സജി നന്ദ്യാട്ട് ഫിലിം ചേംബർ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു. സംഘടനയ്ക്കുള്ളിലെ ചിലരുമായുള്ള തർക്കത്തെ തുടർന്നാണ് സജി നന്ദ്യാട്ട് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, രാജിക്ക് പിന്നിൽ എന്താണ്? അക്ഷയ, നിലവിൽ രണ്ട് കാര്യങ്ങളാണ് സജി നന്ദ്യാട്ട് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്, അന്നിപ്പോൾ സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് മത്സരിക്കുമ്പോൾ സാന്ദ്ര തോമസിന്റെ ആ ഒരു ആവശ്യം അംഗീകരിച്ചു, അല്ലെങ്കിൽ ആ ആവശ്യം നിലനിൽക്കുന്നതാണ് എന്നൊരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് താൻ എടുത്തിരുന്നു. അതിനെതിരെ കുറച്ചുപേർ രംഗത്തെത്തിയിരുന്നു. അതുകൂടാതെ ഈ മാസം തന്നെ 27-ാം തീയതി ഫിലിം ചേംബറിലോട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് സജി നന്ദ്യാട്ട് മത്സരിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതിനെതിരെ ഈ സംഘടനയിൽ തന്നെ ഉള്ള ചില വ്യക്തികൾ തനിക്കെതിരെ ഗൂഢമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ച്, അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഈ സ്ഥാനത്ത് തുടർന്ന ആളുകൾ അവരുടെ ഒരു സംഘം ചേർന്ന് ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ഉന്നയിച്ച് തന്റെ പത്രിക അത് നിരസിക്കുന്നു, അല്ലെങ്കിൽ തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെതിരെ കൂടിയായിട്ടുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സജി നന്ദ്യാട്ട് ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഇവർ നടത്തുന്നത് ഗൂഢമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. തന്നെ മനഃപൂർവ്വമായി ഇത്തരത്തിൽ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് സജി നന്ദ്യാട്ട് ഇപ്പോൾ ആരോപണമായി പറയുന്നത്. ഏതായാലും നാളെ വിശദമായി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ സജി നന്ദ്യാട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് നാളെ മാധ്യമങ്ങളെ കാണും. ഇതിൽ കൂടുതൽ വിശദവിവരങ്ങൾ, ഇത് ആരൊക്കെയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു പറയുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ നാളെ ഒരു വിശദീകരണം നൽകും. നാളെ 11 മണിയോടുകൂടി കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ സജി നന്ദ്യാട്ടുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അക്ഷയ, ശരി, സജി നന്ദ്യാട്ട് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു.